ഞാനൊരു കാര്യം പറയട്ടെ? എന്താ മോളെ? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ എന്നോടൊക്കെ തുറന്നു പറഞ്ഞപ്പോ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും കൂടിയതേ ഉള്ളൂന്ന്. അപ്പൊ നമ്മുടെ വീട്ടിലിതറിഞ്ഞാലും അച്ഛനോടുള്ള ഇഷ്ടം കൂടുകയല്ലേ ഉള്ളൂ. അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും. വീട്ടിലെല്ലാം തുറന്നു പറഞ്ഞൂടെ അച്ഛാ? ഞാൻ മോളോട് പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ തനുജ പ്രശ്നങ്ങളുടെ തുടക്കം ഞാനാണെന്ന്. ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ ഞാനെടുത്ത തീരുമാനമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോ ബലരാമൻ ഈ വിവരമൊക്കെ അറിയുകയും എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താലും അതും ഞാൻ കാരണമാണ്. ആ കുഞ്ഞിനെ വളർത്തണമെന്നും രക്ഷിക്കണമെന്നൊന്നും ബലരാമൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ബലരാമന്റെ അവീത സന്താനമാണ് തനൂജയെന്ന് ഇനി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അതും എന്റെ കുറ്റമാവും. ചന്ദ്രമതിയുടെ മുമ്പിൽ ബലരാമനൊരു തെറ്റുകാരനായി നിർത്താൻ ഞാനൊരു അവസരം ഉണ്ടാക്കില്ല. കാര്യങ്ങൾ അറിയുമ്പോൾ പ്രഭയും രജനിയും നന്ദനും ഒക്കെ എന്നോട് ക്ഷമിക്കുമായിരിക്കും. അപ്പോഴും എന്റെ ആത്മസുഹൃത്തിനെ ഞാൻ സമൂഹത്തിന് മുമ്പിൽ ചതിക്കുന്നതിന് തുല്യമാവും. അതാണ് ഞാൻ പറഞ്ഞത്, കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന്. അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തുന്നോ? ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാതെ കാത്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്നതിനപ്പുറം വലിയ നന്മ എന്താ അച്ഛാ? അതിന്റെ പേരിൽ എന്തൊക്കെ അപരാധം കേട്ടിട്ടും തീരുമാനിച്ച കാര്യത്തിൽ നിന്നും അച്ഛൻ അണുവിട മാറുന്നുമില്ല. എന്നിട്ടും അച്ഛൻ സ്വയം കുറ്റപ്പെടുത്താണോ? എനിക്കതേ പറ്റൂ. എന്റെ മനസ്സ് പറയുന്നു മോളെ, അധികം വൈകാതെ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന്. എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നറിയില്ല, പക്ഷേ ചില തീരുമാനങ്ങളുണ്ടാവും. അതുവരെ അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഇല്ലച്ച, അങ്ങനെ അച്ഛൻ സ്വയം ഭാരം ചുമക്കണ്ട. പിന്നെ ബലരാമനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ ലോകത്തോട് പറയണോ? ബലരാമനോട് പറയണോ? അതോ തനൂജയോട് പറയണോ? എന്ത് ചെയ്യണം? കണ്ടോ, മോൾക്ക് പോലും ഉത്തരം കിട്ടുന്നില്ല. ചതുരംഗക്കളത്തിൽ രാജാവിനെ പൂട്ടി നിർത്തിയിരിക്കും പോലെ എന്നെയും തനുജ വിഷം കുരുക്കിയിരിക്കുക. നിൽക്കുന്നിടത്ത് നിൽക്കാന്നല്ലാതെ നീങ്ങാൻ വയ്യ. ഞാൻ നടത്തുന്നത് ശക്തിയില്ലാത്ത പ്രതിരോധമാണ്. ചില ഒച്ചവയ്ക്കലുകൾ, ദേഷ്യം കാണിക്കൽ, നിശബ്ദരായിരിക്കൽ, അതിലൊക്കെ കൂടി അങ്ങനെ അങ്ങ് പോവാ. എന്തായാലും തനുജയുടെ ഭീഷണിയിൽ എനിക്ക് എന്റെ വീട്ടുകാരെ കൈവിട്ട് കളയാൻ പറ്റില്ല. അതിനെ ഞാൻ ചെറുക്കുക തന്നെ ചെയ്യും. അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടാവും. വേണ്ട മോളെ, അതുകൂടി പറയാനാ മോളെ ഞാൻ വിളിച്ചത്. മീരയുടെ കൊലപാതക കേസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സന്തോഷകരമായി ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. മോൾ എന്റെ ഭാഗം ചേർന്ന് നന്ദനെ പിണക്കണ്ട, സന്തോഷമായി ജീവിക്കണം. കൊല ചെയ്യാൻ തീരുമാനിച്ചൊരു കുഞ്ഞിന്റെ ജീവനെ രക്ഷിക്കുകയും ആ കുഞ്ഞിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുകയും ചെയ്ത അച്ഛന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അച്ഛന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞിട്ടാണ് 2 ദിവസം നീ നിന്റെ വീട്ടിലേക്ക് മാറി നിന്നതെന്ന് നന്ദനോ മറ്റോ അറിയാമോ? ഇല്ലച്ച, ഇനി അത് പറഞ്ഞിട്ട് ദേഷ്യം കൂടണ്ടെന്ന് വിചാരിച്ചു. നിനക്കൊരു സമാധാനത്തിന് വേണ്ടിയാ ഞാനത് പറഞ്ഞത്. അറിയാച്ച. പാവം പ്രഭയും നന്ദനും രജനിയും, അവരെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. അതെ അച്ഛ, പക്ഷെ അവർക്ക് അച്ഛനെ മനസ്സിലാക്കാമായിരുന്നു. അതേ ഉള്ളൂ എൻ്റെ ഒരു വിഷമം. തനൂജയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ പറയും പോലെ വരുന്നിടത്ത് വെച്ച് കാണാം. അതെ. ആ, മോള് പൊക്കോ, ഓട്ടോ പിടിക്കണ്ടേ? വേണ്ടച്ച, ഇതിലേ അങ്ങ് പോവാലോ. ശരി, മോള് ചെല്ലേ. അച്ഛൻ വീട്ടിലേക്ക് പോവല്ലേ? ശരി. ശരി അച്ഛ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.